നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല്, ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വിഷയം. ഇത്രയും നാള് ഇത് നമുക്ക് അറിയാതെ പോയല്ലോ, ഇത് അറിയാതെ പോയി നമ്മൾ ലോസ് ആയി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. തീർച്ചയായും നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു വിഷയം. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ആവശ്യം ഇത് தேவைப்படுന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കി വെച്ചോളുക. ഒത്തിരി സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളുക. ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരും. അതിനു മുന്നേ ഇത് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. തിഥി വന്നിട്ട് നാളെ ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. 4-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണി വരെ വരുന്ന പേരുകൾ മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ. ഇന്ന് ഒരു നാൾ തന്നെ ടൈം ഉണ്ട്. എല്ലാവരും പങ്കെടുത്തോളുക. തുടർന്ന് 2 വർഷമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനൽ പുതിയതാണ്, നിങ്ങൾക്കും അറിയണച്ചാല് സ്ക്രീനിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ പതിവിനെ പറ്റി ഞാൻ പറഞ്ഞുല്ലോ. ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഈ ഇഷ്യൂസ് കൊണ്ട് ബാധിക്കപ്പെട്ടവരായിരിക്കും. ഇതെന്താ പറയച്ചാല്, അതായത് സ്കിന്ന് സംബന്ധിച്ച വിഷയങ്ങള്, ഹെയർ മീൻസ് മുടി സംബന്ധപ്പെട്ട വിഷയം, ത്വക്ക് രോഗത്തിനും മുടി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനും എന്തായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാല്, സൗന്ദര്യം എന്നത് ഒത്തിരി മുഖ്യമായത്. ആ സൗന്ദര്യം അഴക് വന്നിട്ട് നമുക്കിട്ടേ ഇല്ലേ, ആ നമ്മുടെ സൗന്ദര്യം വന്നിട്ട് നമ്മളിലിരുന്ന് കമ്മിയായി പോകുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള വിഷയത്തിന് നമ്മൾ ചില പേര് നിറയെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. സോ പല സിദ്ധர்களுം പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മളുടെ മുഖം പൊളിയായിരിക്കുന്നതിന്, അതായത് നല്ല ബ്രൈറ്റ് ആയിരിക്കുന്നതിന്, നിറയെ മുടി പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നവർക്കായാലും ഒരു മംഗളകരമായ മുഖവശീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ നോക്കിയാലേ നോ എന്ന് പറയില്ല, കണ്ടാലേ ശരി എന്ന് പറയുന്ന മാതിരി ഒരു നല്ല ഒരു വശീകരണ തന്മ, അതായത് കണ്ടാല് നമ്മളെ കാണുന്നവര് വശീകരിക്കപ്പെട്ടു പോകും. ആ ഒരു തന്മ ഉണ്ടാകുന്നത്. കൂടെ ഇന്നൊരു വിഷയം എന്താ വെച്ചാല്, ഈ വഴിപാട് ചെയ്യുന്നവർക്ക് വീട്ടില് സകലവിധമായ ഐശ്വര്യങ്ങളും സെൽവവും കിട്ടുമെന്നത് ഐതിഹ്യമായി പറയപ്പെടുന്നത്. ഇപ്പോ ഈ വിഷയം ചെയ്യുന്നതിന് നമുക്ക് തേവയായ ഒരു പൊരുളുണ്ട്. അത് എന്താ വെച്ചാല് താമരപ്പൂവാണ്. ലോട്ടസ് താമരപ്പൂ കിട്ടിയാലും ഓക്കെയാണ്, അതുപോലെ തന്നെ താമരയുടെ ഇലയായാലും മതി. ഇതില് രണ്ടിലേതോ ഒന്ന് വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതുവരെയും നിങ്ങൾ ചെയ്യാത്ത ഒന്നാണ്. ഈ ഒരു വഴിപാട് വന്നിട്ട് നിങ്ങൾക്ക് പുതിയതാണ്. നിറയെ പേരുടെ വീട്ടിൽ വന്നിട്ട് ഈ സ്കിൻ ഇഷ്യൂസ് കൊണ്ട്, പിന്നെ മുടിയുടെ പ്രശ്നം കൊണ്ട്, ഈ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിൽ നിറയെ ഇഷ്യൂസ് വന്നിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനും ഇതൊരു ഫുൾ സ്റ്റോപ്പ് വെച്ച മാതിരി വർക്കൗട്ട് ആവും. അത്രയ്ക്കും പവർഫുൾ ആയിട്ട് ഇത് വന്ന് കൈ കൊടുക്കും എന്ന് പറയപ്പെടുന്നു. ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ താമര പൂ എടുത്തോളുക, ഇല്ലെങ്കിൽ താമര ഇല എടുത്തോളുക. രണ്ടിലേതോ ഒന്ന് കിട്ടിയാൽ മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ താമര ഇലയാണ് എടുക്കുന്നതെങ്കിൽ അത് താമര ഇല വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് സ്വാമിപടത്തിന് മുന്നേ വെച്ചിട്ട് നന്നായിട്ട് വഴിപാട് ചെയ്തോളുക. സ്വാമിയുടെ മുമ്പ് വെച്ച് നന്നായിട്ട് നിങ്ങൾ വേണ്ടിക്കൊള്ളുക. ഇനി ഈ വഴിപാട് ചെയ്യാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാല്, വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങൾ നിങ്ങൾ ഈ വഴിപാടിന് വേണ്ടി ചൂസ് ചെയ്തോളുക. വീക്കിലി 3 days. ഈ 3 നാളില് എപ്പോ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇന്നീ പതിവ് ഞാൻ പോട്ടിരിക്കുന്നത്. വ്യാഴം, വെള്ളി, ശനി ഈ നാളില് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് താമര ഇലയല്ല താമര പൂവാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നല്ല താമരയുടെ പെറ്റൽസ് ഇരുന്നാലും പോതും. ഒരേ ഒരു ഇതളിരുന്നാലും നമ്മുടെ കാര്യം നേടിയെടുക്കാൻ നമുക്കത് മതിയാവും. അവളോ ഒരു മഹത്വമാണ് ഇതിലിരിക്കുന്നത്. ഒന്നില് താമര ഇല, ഇല്ലെങ്കിൽ താമരപ്പൂ, ഇല്ലെങ്കിൽ താമരയുടെ ഒരു ഇതളിരുന്നാലും മതി. ഇപ്പൊ ഒരു താമരപ്പൂവാണ് കിട്ടുന്നതെങ്കിൽ അത് വാങ്ങി നിങ്ങൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോ ഇതളായിട്ട് ഡെയിലി എടുത്തോളുക. ഇത് നിങ്ങൾക്ക് നിറയെ ടൈംസ് വഴിപാട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ വന്നിട്ട് ഈ മന്ത്രത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഫസ്റ്റില് ഓം ശ്രീം യം, ഓം ശ്രീം യം, ഓം ശ്രീം യം.
ഈ മന്ത്രം ഇരിക്കുന്നില്ലേ, ഇത് വന്നിട്ട് മുഖവശ്യത്തെ കൊടുത്ത്, ഒരു അഴകിനെ കൊടുത്ത്, ഒരു തേജസ്സിനെ കൊടുത്ത് നമുക്ക് സൗന്ദര്യം നിലനിർത്തി തരുന്നു. നമ്മളെ നോക്കിയാലേ ഈ പെണ്ണ് വന്നിട്ട് ഭയങ്കര മംഗളകരമായിട്ടുള്ള ഒരു പെണ്ണാണല്ലോ, ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, മനോഹരമായിരിക്കുന്നു, അങ്ങനെ ഓരോരുത്തർ പറയുന്ന മാതിരി ഇരിക്കും. മാത്രമല്ല ഇതില് വേറൊന്ന്, നമ്മൾ പറയുന്നത് മറ്റുള്ളവര് കേൾക്കും. ഒരു ചില പേര് പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ കരുതലോ, അവള് പറയുന്നത് എല്ലാം അവര് കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ആ ഒരു ലിസ്റ്റില് നമ്മളും വരും. നമ്മൾ പറയുന്നത് എല്ലാരും കേൾക്കും. അങ്ങനെ ഒരു വശീകരണ തന്മയെ കൊടുക്കുന്നതാണ് ഈ മന്ത്രം എന്നത്. അതുപോലെ തന്നെ ഈ മന്ത്രം ആരൊരാള് ചൊല്ലിയിട്ട് ഈ വഴിപാട് ചെയ്താലും ആ വീട്ടിൽ വന്നിട്ട് കഷ്ടമൊന്നതേ ഉണ്ടാവില്ല. പണം, സെൽവം എല്ലാം അധികരിച്ചു വരും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സൂപ്പറായ ഒരു മന്ത്രമാണിത്. ഇത്രയും വിഷയങ്ങൾക്ക് ഇത് യൂസ് ആവുന്നതിനാലെയാണ് ഇത് നിങ്ങൾക്ക് പുതിയത്, നിങ്ങൾ കേട്ടിട്ടേ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഒന്നില് താമരയില, ഇല്ലെങ്കിൽ താമരപ്പൂവ്, ഇല്ലെങ്കിൽ താമരയുടെ ഇതള് ഏതോ ഒന്ന് എടുത്തോളുക. എന്നതിന് ശേഷം ഇത് വന്നിട്ട് നമ്മുടെ മൺവിളക്കിന് ഉള്ളിൽ വെച്ചിട്ട് ദീപം വെക്കണം. നിങ്ങൾ വന്നിട്ട് കുറച്ച് വലിയ മൺവിളക്ക് എടുത്തോളുക. ചെറുത് വന്നിട്ട് താമരയിലയോ ഇപ്പോ ഇതളോ വെക്കാൻ പറ്റില്ല, ശരിയാ. ഇപ്പൊ നമ്മുടെ കൈയുടെ അളവിനുള്ള ഇത്തിരി വലുതായിട്ടുള്ളത് എടുത്താല് നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ താമരയിലയെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ദീപം വെച്ചോളുക. എന്ന് വെച്ചാല് ആ വിളക്കിന്റെ സൈസിന് കട്ട് പണി എടുത്ത് നിങ്ങൾക്ക് പോടലാം ദീപം. അല്ല, താമരയുടെ ഇതളാണെങ്കിൽ അത് അങ്ങനെ ഉള്ള വെച്ചിട്ട് നിങ്ങൾ എണ്ണ ഊത്തി ദീപം വെച്ചോളുക. വേറൊന്ന്, ഇങ്ങനെ നമ്മൾ എണ്ണ ഊതി വെക്കുന്നതിലും ഒരു വിഷയം ഇരിപ്പുണ്ട്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വിളക്കെണ്ണയോ നല്ലെണ്ണയോ അതെല്ലാം നെയ്യോ ഒന്നും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന് തേങ്ങ എണ്ണ, കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റില് താമരപ്പൂ വാങ്ങുന്നതിന്റെ കൂടെ നിങ്ങൾ വെളിച്ചെണ്ണയും കൂടെ വാങ്ങിച്ചോളുക. ഇങ്ങനെ നിങ്ങൾ വന്നിട്ട് തേങ്ങ എണ്ണ ഒഴിച്ച് വിളക്ക് വയ്ക്കുക. നോർമൽ ആയിട്ടുള്ള വെള്ളത്തിരി മതി. ഇനി ചുവപ്പ് തിരി ഉണ്ടെങ്കിൽ അത് ഇട്ടോളുക, ഒന്നും പ്രശ്നമില്ല. ഇത് വെച്ച് നിങ്ങൾ വഴിപാട് ചെയ്തിട്ട് ഈ ദീപം വെച്ചതിന് ശേഷം ഒരു 15 നിമിഷം ഈ ദീപം അങ്ങനെ അണയാതെ നോക്കിക്കോളുക. ഈ 15 നിമിഷവും ഞാൻ പറഞ്ഞ ഈ മന്ത്രത്തെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓം ശ്രീം യം, ഓം ശ്രീം യം, ഓം ശ്രീം യം. നിങ്ങൾ ഇത് ചൊല്ലാൻ തുടങ്ങുമ്പോഴേ ഇത് മനഃപ്പാഠമായിടും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു മന്ത്രമാണിത്. ഈ മന്ത്രം ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടില് സ്കിൻ അലർജിയിലേ ഇരിക്കുന്നു, സ്കിൻ പ്രശ്നം ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ തേങ്ങ എണ്ണയില്ലേ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന തേങ്ങ എണ്ണ ഇവരുടെ സ്കിന്നിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് വിട്ടുകൊടുക്കുക. അതെല്ലാം മുടി സംബന്ധപ്പെട്ട വിഷയം, അതായത് ഓവർ ഹെയർ ഫോളിങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് മുടിയിൽ തേച്ചോളുക. ദീപം വെച്ച് 15 മിനിറ്റ് അത് കത്തി തീർന്നതിന് ശേഷം നിങ്ങൾ ഈ എണ്ണ എടുത്ത് യൂസ് ചെയ്തോളുക. ഇങ്ങനെ യൂസ് ചെയ്യാൻ പറഞ്ഞോളുക. ഇന്നൊന്ന് ഈ എണ്ണ നിങ്ങൾ വീണ്ടും എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞ വ്യാഴം, വെള്ളി, ശനി വാരത്തില്, അതായത് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ദീപം വെച്ചോളുക. ഇത് പെണ്ണുങ്ങൾ, അതായത് സ്ത്രീകൾ ചെയ്യുമ്പോൾ ഭയങ്കര സിറപ്പായത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികള്, കന്നി പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, വയസ്സുക്ക് വന്ന പെൺകുട്ടികൾ, ഇന്ത മാതിരിയുള്ളവരെല്ലാം ഇത് വന്നിട്ട് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ളവരുടെ കയ്യില് വീട്ടിൽ ദീപം വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഐശ്വര്യം വന്ന് ചേരുന്നു. ഐശ്വര്യം കുമിഞ്ഞു കൂടുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആവും. നല്ലത് നടക്കും, പണപ്പെരുപ്പുണ്ടാവും, സൂപ്പറായിട്ട് ഒരു ലൈഫും കിട്ടും. സോ ഈ വീഡിയോ കാണുന്നവർ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളുക. കാരണം ഇതിൽ വന്നിട്ട് വിശ്വസിക്കാനേ പറ്റാത്ത രീതിക്കുള്ള ഒരു മിറാക്കിൾ ഇരിക്കുന്നുണ്ട്. അതിശയം നടക്കും തീർച്ച. നിങ്ങൾ സ്കിന്ന് സംബന്ധപ്പെട്ട വിഷയത്തിന് എത്രയോ ക്യാഷ് നിങ്ങൾ ചെലവ് ചെയ്യുന്നു, ഡോക്ടറെ കാണിച്ചും അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ബലം നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ വിത്തിൻ അവേഴ്സിൽ അത് ഫലം കിട്ടും എന്നതാണ് ഐതിഹ്യം. ഈ മന്ത്രവും ചൊല്ലി ദീപവും വെച്ച് ആ എണ്ണ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് ഇത് വർക്കൗട്ട് ആവും. തീർച്ചയായും ഈ വഴിപാടിന് താമരയില, അല്ലെങ്കിൽ താമരപ്പൂവ്, ഇല്ലെങ്കിൽ താമരയുടെ ഇതളുകൾ, ഇത് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഏതും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. വെറും തേങ്ങ എണ്ണ മാത്രം വെച്ചിട്ട് വഴിപാട് ചെയ്യാൻ പറ്റില്ല. ഇതില് പെറ്റൽസ്, ഈ താമരപ്പൂവ്, അതിന്റെ ഇതളോ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. ഈ താമരപ്പൂവില് ഇതെടുത്തിട്ട് അതിന്റെ വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം വെച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോഴേ ഇതിന്റെ പവർ വന്നിട്ട് ആക്ടിവേറ്റ് ആവുള്ളൂ. ശരിയാ, ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ കൂടെ ഇത് വർക്കൗട്ട് ആവത്തില്ല.
ഇതെല്ലാമേ കോംബോ ആയിട്ട് ഇരുന്നാൽ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ തീർച്ചയായും നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. സൂപ്പർ ആയിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് വന്നിടും. ഇനി താമരപ്പൂ എടുക്കുന്നവർ കാഞ്ഞു പോയതാണെങ്കിലും കുഴപ്പമില്ല, കാരണം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതോ ഒന്ന് നിങ്ങൾ എടുത്തോളുക, താമര തന്നെ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ വന്ന് ഇത് അവശ്യം ചെയ്ത് നോക്കിക്കൊള്ളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.